വെള്ളാപ്പള്ളി നടേശൻ ആരെയൊക്കെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞു അവരൊക്കെ ജനങ്ങൾ ജയിപ്പിച്ചു. ആരെയൊക്കെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞു അവരൊക്കെ ജനങ്ങൾ തോൽപ്പിച്ചു. ആഗോള അയ്യപ്പ സംഗമം, അവിടെ നായർ ഈഴവ സൗഹൃദത്തിന്റെ വേദി ഒരുക്കാം എന്നാണ് CPM കണക്കുകൂട്ടിയത്. ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കഠിനമായി ശകാരിച്ചുകൊണ്ട് BJPക്ക് നിലമൊരുക്കാനാണ് വെള്ളാപ്പള്ളി വന്നത്. അതൊന്നും എവിടെ ഉണ്ടായില്ല. അമ്പലപ്പുഴയിൽ എങ്ങനെയാ G സുധാകരൻ ജയിച്ചത്, അല്ലെങ്കിൽ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ ജയിച്ചത്, അല്ലെങ്കിൽ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ ജയിച്ചത്? CPMകാർ വോട്ട് ചെയ്തിട്ടാണ്. ഇക്കഴിഞ്ഞ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പറ്റി വളരെ അഭിമാനമുള്ള ഒരു മലയാളിയാണ് ഞാൻ. കാരണം എന്ന് വിചാരിച്ചാൽ ഇവിടെ മതേതരത്വം, ജനാധിപത്യം എന്നീ രാഷ്ട്രീയ മൂല്യങ്ങളിൽ വിശ്വാസമുള്ള ആളുകൾക്ക് സത്യമായിട്ടും അഭിമാനം തോന്നുന്ന ഒന്നാണ് അതിൻ്റെ ഫലം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ സമുദായ നേതാക്കന്മാർ, മത മേലധ്യക്ഷന്മാർ, മതപുരോഹിതന്മാർ അവർ പറയുന്നിടത്തല്ല മലയാളികൾ വോട്ട് ചെയ്യുന്നത്. മലയാളിയുടെ വോട്ട് സാമുദായികമല്ല, അത് രാഷ്ട്രീയമാണ് എന്ന് വന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശൻ ആരെയൊക്കെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞു അവരൊക്കെ ജനങ്ങൾ ജയിപ്പിച്ചു. ആരെയൊക്കെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞു അവരൊക്കെ ജനങ്ങൾ തോൽപ്പിച്ചു. ഒരു ഉദാഹരണം, ഇത് എല്ലാ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർക്കും ഇസ്ലാമിലെ വലിയ പുരോഹിതന്മാർക്കും NSSൻ്റെ നേതാക്കന്മാർക്കും ഒക്കെ ബാധകമാണ്. ഞാൻ വെള്ളാപ്പള്ളി എന്നൊരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. കാരണം ഈ ഇലക്ഷൻ കഴിയുന്നത്ര സാമുദായികമാക്കണം എന്ന് വിചാരിച്ച ഒരു കൂട്ടർ CPM ആണ്. അതിൻ്റെ പ്രത്യക്ഷമായ പല ഉദാഹരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആഗോള അയ്യപ്പ സംഗമം. അവിടെ നായർ ഈഴവ സൗഹൃദത്തിൻ്റെ വേദി ഒരുക്കാം എന്നാണ് CPM കണക്കുകൂട്ടിയത്. ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കഠിനമായി ശകാരിച്ചുകൊണ്ട് BJPക്ക് നിലമൊരുക്കാനാണ് വെള്ളാപ്പള്ളി വന്നത്. അതൊന്നും എവിടെ ഉണ്ടായില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ മെനക്കെട്ടിട്ട് 3 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചു എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. അത്രയല്ലേ വന്നുള്ളൂ. പിന്നെ അവർക്ക് വോട്ട് ഷെയർ കാര്യമായിട്ട് കൂടിയിട്ടില്ല. അവിടെ തന്നെ കേരളത്തിന് പുറത്ത് CPMും കോൺഗ്രസും സഖ്യകക്ഷികളാണ്. ആ തരത്തിലൊരു വകതിരിവ് അവർക്കുണ്ടായിരുന്നെങ്കിൽ ഈ 3 മണ്ഡലങ്ങളിലും ഈ BJP ജയിക്കാതെ നോക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. ആ വകതിരിവ് അവർക്ക് ഉണ്ടായില്ല. എന്നാൽ തന്നെയും ഞാൻ ഭയപ്പെട്ട അളവിൽ BJP വളർന്നിട്ടില്ല. BJP വളർന്നാലുള്ള കുഴപ്പം അത് രാഷ്ട്രീയം മാത്രമല്ല, അതിൽ ജാതി മതമുണ്ട്, മതരാഷ്ട്രവാദമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനെ ദുർബലപ്പെടുത്തുക എന്നുള്ള അത്ര എളുപ്പമായിരിക്കില്ല. പിന്നെ എനിക്ക് ഈ ഇലക്ഷനെ പറ്റി തോന്നിയ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് പാർട്ടിക്കൂറല്ല, അത് സാമൂഹ്യ നീതിക്ക് വേണ്ടി, അഴിമതിക്കെതിരായിട്ട്, സ്വജനപക്ഷപാതത്തിനെതിരായിട്ട് ഉള്ള വിധിയെഴുത്താണെന്ന് വന്നതാണ്. ആലോചിച്ച് നോക്കൂ, അമ്പലപ്പുഴയിൽ എങ്ങനെയാ G സുധാകരൻ ജയിച്ചത്, അല്ലെങ്കിൽ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ ജയിച്ചത്, അല്ലെങ്കിൽ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ ജയിച്ചത്? CPMകാർ വോട്ട് ചെയ്തിട്ടാണ്. കാരണം അവരൊക്കെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും കെടുകാര്യസ്ഥതയ്ക്കും എതിരായിട്ട് നിലപാടെടുത്തു. അവരാരും കമ്മ്യൂണിസ്റ്റ് അല്ലാതായിട്ടില്ല. അവരെന്താണ് ചെയ്തത്? ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ദുർനടപ്പുകൾക്കെതിരായിട്ട്, പാർട്ടിയുടെ കൊള്ളരുതായ്മയ്ക്കെതിരായിട്ട് നിലപാടെടുത്തു. പാർട്ടിക്കാർ അവരുടെ കൂടെ നിന്നു. അത് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പാർട്ടിയോ ഒരു കൊടിയോ ഒരു മുദ്രാവാക്യമോ ഒരു ചിഹ്നമോ അല്ല, അത് നീതിബോധമാണ്. അത് തുല്യതയ്ക്ക് വേണ്ടിയും സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യൻ്റെ നിലപാടാണ്. ആ തരത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു ഇലക്ഷനാണ് നടന്നത്. ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ മുതിർന്ന നേതാവിനെതിരായിട്ട് മത്സരിച്ച ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന ഒരു പുതിയ മുസ്ലിം യുവതിയെ ജനങ്ങൾ ജയിപ്പിച്ചു. 2% ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്ത മലപ്പുറം ജില്ലയിലാണ് തവനൂർ. അവിടുന്ന് VS ജോയ് ജയിക്കുകയാണ്. ആൾ കണക്കൂട്ടി എന്താ, എല്ലാവരും ജാതി നോക്കി മതം നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. അങ്ങനെയല്ല. കേരളത്തിൻ്റെ മനസ്സ് അത് മതേതരമാണ്, അത് ജനാധിപത്യ നിഷ്ഠമാണ് എന്ന് കാണിച്ചു ഈ തെരഞ്ഞെടുപ്പ്.
അതിൽ സത്യത്തിൽ ഓരോ കേരളീയനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ അഭിമാനം ഒരിക്കൽ കൂടി എടുത്തു പറയുന്നു.